നാമമേ സ്തുതികൾക്കു യോഗ്യനേ. അവസരത്തിനായി സ്തുതിക്കുന്നു. ഇതോടൊപ്പം അധ്യക്ഷനായിരിക്കുന്ന കർത്താദാസൻ കുടുംബം, മുൻ പ്രസിഡന്റ് കുടുംബം, ഓൾഫാഷ ഇതൊക്കെ മറക്കാൻ നിൽക്കുന്ന ആളല്ല. പ്രയത്നങ്ങളിൽ ചില വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സഹകരിക്കാൻ സാധിച്ചാണ്. മറ്റെല്ലാ ശുശ്രൂഷകൾക്കും ഇതേയും ജനത്തിനും വിശേഷമായി വന്ദനം അറിയിക്കുന്നു. എൻ്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ മാത്രം കുടിക്കാൻ കൊടുക്കുന്നവരെ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. എങ്കിലും ലക്ഷങ്ങൾ മുടക്കി ഇപ്രകാരം ആലയവും ഇതിൻ്റെ മുകളിൽ പാഴ്സനേജ് പണിയുവാൻ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നിശ്ചയമായും ധാരാളമായി അനുഗ്രഹിക്കുക. ഉറപ്പാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. മുൻ പ്രസ്താവിച്ച കർത്താവ് ദാസൻ പറഞ്ഞു, നമ്മൾ ചോദിക്കേണ്ട, മുന്നമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൽ അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ദേശത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു വനം വന്നു. യഹോവയുടെ നാമം സ്ഥാപിപ്പാൻ, യെരൂശലേമിൽ ദൈവത്തിൻ്റെ നാമം സ്ഥാപിപ്പാൻ ഒരു ആലയം പണിയുവാൻ ദൈവം പറഞ്ഞതുപോലെ ഈ ദേശത്ത് കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ ദൈവിക ദർശനത്താൽ ഇങ്ങനെ ഒരു ആലയം പണിയുവാനും ചേർന്ന് പാഴ്സനേജ് പണിയുവാനിടയായെങ്കിൽ ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവിടെയുള്ളായ വിശ്വാസം മുഖേന ഈ ദേശത്ത് കർത്താവിൻ്റെ നാമം അധികമായി ഉയർത്തപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്നുള്ളതായ ആശംസയോടെ ഈ എല്ലാ സഹോദരിമാരുടെയും പേരിൽ എൻ്റെ ആശംസയായിരിക്കും. കർത്താവ് സഹായിക്കും. മഹത്വം നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യും. ഈ കുന്നംകുളം സെക്ഷൻ്റെ കൂട്ടായ്മ യോഗത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾക്കും ഇന്ന് സംബന്ധിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ഫാസ്റ്റർ പി എം എബ്രഹാം, സെക്ഷൻ കമ്മിറ്റിയിലുള്ള പ്രിയപ്പെട്ട സെക്രട്ടറി ഖജാൻജി ഫാസ്റ്റർ പോൾ മാത്യു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഈ സഭയുടെ പാസ്റ്റർ മുൻ പ്രസ്പെക്റ്റീവായിരുന്ന പാസ്റ്റർ ഇ ജി ജോസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, മറ്റെല്ലാ പാസ്റ്റർമാരും, പ്രത്യേകിച്ച് ഈ സഭയിലെ അംഗങ്ങൾ, സെക്ഷനിൽ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുപോലെ ഒപ്പം ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസൻ വന്നിയാർന്നതിൽ വളരെ സന്തോഷം. ഞാൻ എല്ലാവരുടെ കൂടെ ഈ കൂട്ടായ്മയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ സഭയ്ക്കായി നിർമ്മിച്ച ഈ പാഴ്സനേജ് സമർപ്പിക്കുന്നതിനോട് ബന്ധത്തിലാണ് ഞങ്ങൾ ഇത് വരാൻ പ്രത്യേകിച്ച് കാരണമായത്. അതിന് ഞാൻ വരണമെന്ന് നിർബന്ധമുള്ളതാണെന്ന് ഞാൻ മറ്റാരെങ്കിലും അത് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ തന്നെ വരണം എന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒന്ന് വന്നതാണ്. വരുന്നത് എൻ്റെ ജോലിയാണ്, കടമയാണ്. എന്നാലും ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് അടുത്ത കാര്യത്തിന് വേണ്ടിയുള്ള തിരക്കാണ്. അതുകൊണ്ട് മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിരിക്കലും ദൈവത്തെ സ്നേഹിക്കുകയും ഔദാര്യമായി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുന്നതും അവരോടൊപ്പം സ്വല്പസമയം ചെലവഴിക്കുന്നതും എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മോഹനും ആ കുടുംബത്തിനും ദൈവം നൽകിയ കൃപ, അത് നിങ്ങളോടൊപ്പം സ്തോത്രം ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷം വരികയാണ്. അതുകൊണ്ട് അവരെ കാണാനും അവരോടൊപ്പം നിങ്ങളോടൊപ്പം ഇന്നേ ദിവസം അതിന് സ്തോത്രം ചെയ്യാനും കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കും. ദൈവവേലയോടുള്ള അവരുടെ ഉത്സാഹം, അവരുടെ താല്പര്യം എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ ആ കൃപ സ്വീകരിക്കാനും അത് കൈക്കൊള്ളാനും അവർ തയ്യാറായി. അതിൽ
അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ദൈവം നൽകിയ 2 ആൺമക്കളും ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് പോകാൻ അവർ മനസ്സ് വെച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ദൈവത്തെ സ്നേഹിക്കാനും പിൻപറ്റാനും ഈ പഴഞ്ഞ ദേശത്ത് ദൈവം അവരെ എഴുന്നേൽപ്പിച്ച് ഈ സംരക്ഷിപ്പോൾ സഭയ്ക്കുടെ ഒരു തൂണായിട്ട് നിർത്തിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പഴഞ്ഞ ഒരു പുരാതനമായ ബന്ധുക്കോസ്ത് ഉണർവിൻ്റെ കേന്ദ്രമാണ് എന്നെനിക്കറിയാം. ഒരേ ബന്ധുക്കോസ്താനുള്ള സ്ഥലമാണ് പഴഞ്ഞി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എൻ്റെ വളരെ ദീർഘകാല സുഹൃത്തുക്കൾ പഴഞ്ഞിക്കാരുണ്ട്. പക്ഷെ അവരെ ഒക്കെ താമസിക്കുന്ന പഴഞ്ഞിയിലല്ല, അവർ ബാംഗ്ലൂർ വെച്ചാണ് എനിക്ക് അവരെ പരിചയം. പക്ഷെ അവരെല്ലാം പഴഞ്ഞിക്കാരാണ്, കുറേ ആളുകൾ. അങ്ങനെ ആ തരത്തിൽ എനിക്ക് വളരെ പരിചയമുള്ളൊരു സ്ഥലമാണിത്. പക്ഷെ ഞാൻ അങ്ങനെ അധികം വന്നിട്ടില്ല. എന്നാലും പഴയ ദേശത്തിൻ്റെ രീതിയെല്ലാം ഇന്ന് സൂക്ഷിച്ചു. ഒത്തിരി വലിയ വീതിയുള്ള റോഡുകളല്ല വലുതും. എന്നാലും പണ്ടത്തെ പാരമ്പര്യം തന്നെ വെച്ച് നല്ലൊരു ദേശം. അങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് താല്പര്യം കൊടുത്തിട്ടുള്ള ഈ ദേശവും അതിലെ പ്രവൃത്തികളും ഓർത്ത് ഞാനും സന്തോഷിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വാസി ബിജോ മാത്യു വടക്കാഞ്ചേരിയിലൊരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി വളരെ ഉത്സാഹിച്ച് അധ്വാനിച്ചത് എനിക്കറിയാം. കൂടെ എന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു. അതിൻ്റെ പൂർത്തീകരണം വരുന്നത് വരെ എന്നോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരായ ഇവരൊക്കെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വളരെ ഉത്സാഹിക്കുന്നത് കാണുന്നത് എനിക്ക് വളരെ സന്തോഷം. അവരെ കുടുംബത്തെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പാസി ജോൺസന്റെ സഭയിൽ വന്ന ദുഃഖകരമായ കാര്യം അതിൽ ദുഃഖിക്കുന്നു. നമ്മുടെ പാസി ബിജു ഫ്രാൻസിസിന് സൂര്യലാനോട് വന്നപ്പോൾ കേട്ടു ദൈവം അവരെ ആ ദേവദാസിനെ ഓക്കെ മോനെ സോറി ഞാൻ കേട്ടതിന് പ്രശ്നമാണ്. ദൈവം സുഖം നൽകി അനുഗ്രഹം നൽകി കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പാസ്റ്റർ റോബിൻസനും നമ്മളോട് വന്നിരിക്കുന്നു. എല്ലാവർക്കും ക്രൈസ്തവം. കൊരിന്ത്യലേഖനത്തിലൊരു വാക്യമുണ്ട്, അത് പറഞ്ഞ് ഞാൻ തുടങ്ങാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു 2 വാക്യം. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. പറയുന്നത് മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങളത് അറിയണം. മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ എന്താണ്? ആ ദൈവകൃപ എന്നാണ് അവിടെ പറയുന്നത്. അവര് കഷ്ടതയിൽ ജീവിച്ചു എന്ന് മാത്രമല്ല, മഹാദാരിദ്ര്യത്തിൽ ആയിരുന്നു. സാമ്പത്തികമായി വളരെ ഞെരുങ്ങി ജീവിച്ചവരാണ്. പക്ഷെ അവർക്ക് ദൈവകൃപ കിട്ടി. എന്ത് ദൈവകൃപയാണെന്ന് പറയുന്നു? എന്താണ് ആ കൃപയെന്ന് പറഞ്ഞിരിക്കുന്നത്? ധാരാളം ഔദാര്യം കാണിപ്പാൻ അത് കാരണമായി. അതാണ് അവർക്ക് കിട്ടിയ കൃപ. ധാരാളം ഔദാര്യം കാണിക്കാനുള്ള ഒരു കൃപ. അപ്പൊ ഇവിടിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനും കുടുംബത്തിനും കിട്ടിയ ദൈവകൃപ നിമിത്തം നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും അവർ ദൈവത്തിന് വേണ്ടി ചെയ്തു. അത് ആദരിക്കുന്നത് വാസ്തവത്തിൽ ദൈവമാണ്. ദൈവം അത് ആദരിക്കും നിശ്ചയമാണ്. എന്നാലും നമ്മളതിനെ അംഗീകരിക്കേണ്ടത് അംഗീകരിക്കണമെന്നുള്ളത് മര്യാദയാണ്.
എന്നാലും നമ്മൾ പ്രശംസയ്ക്ക് വേണ്ടിയൊന്നും അല്ല അവരത് ചെയ്തിട്ടുള്ളത്. അത് അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഒരു കൃപയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങൻ്റെ കൃപ കിട്ടി. പക്ഷെ അങ്ങൻ്റെ കൃപ കിട്ടിയത് നമ്മളും കൂടെ ആ കൃപയെക്കുറിച്ചൊന്ന് അറിയണം. അതാണ് ഇന്ന് എനിക്ക് പറയാൻ ഉള്ള ഒരു പ്രേരണ. ആ കൃപയെക്കുറിച്ച് നമ്മളും ഒന്ന് അറിയണം. നമ്മുടെ കൃപ കിട്ടണം. അത് ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. നമുക്കെല്ലാവർക്കും കിട്ടേണ്ട ഒരു കൃപയാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരല്പകാര്യം ഒന്ന് പറയാനാണ്. അപ്പം ഞാൻ ഇന്നൊരു വലിയ ഉണർവ് പ്രസംഗമല്ല ചെയ്യുന്നത്, വലിയ ആവേശത്തിൻ്റെ ഒരു പ്രസംഗമല്ല, പക്ഷെ ഉണർവ് പ്രസംഗമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഉണർവ് ഒത്തിരി ബഹളമല്ല. ബഹളത്തിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. നല്ലപോലെ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും തുള്ളിച്ചാടുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ വിശ്വസിക്കുന്ന ഞങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അതെല്ലാം ഞാൻ അംഗീകരിക്കും. എന്നിരിക്കലും ശരിക്കുള്ള ഉണർവ് എന്ന് പറയുന്നത് നമ്മുടെ ആളത്വത്തിലുണ്ടാകുന്ന മാറ്റമാണ്. ശബ്ദവും ബഹളമല്ല യോഗം കഴിയുമ്പോൾ തീരും. ഇനി ബഹളത്തിൽ യോഗം നടത്തിയാൽ മേബി ഒരാഴ്ച ഒക്കെ അതിൻ്റെ ചൂടൊക്കെ കാണും. അത് കഴിയുമ്പോൾ ചൂടൊക്കെ അങ്ങ് പോകും. അതേസമയം അകത്ത് രൂപാന്തരം വന്നാൽ അത് പോവില്ല. കാലങ്ങളായാലും പോവില്ല. സ്തോത്രം. അതുകൊണ്ട് ആ ഒരു കൃപയെക്കുറിച്ച് സ്വല്പം പറയാൻ പോകാം. ചില കാര്യമായ കാര്യമാണ്, നല്ലപോലെ കേൾക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഉച്ചത്തിൽ സംസാരിക്കില്ല. ഒത്തിരി ഉച്ചത്തിൽ സംസാരിച്ചാൽ എല്ലാം തലയിലിരിക്കത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ശബ്ദം കുറച്ച് തലയിലിരിക്കണം. അതിന് വേണ്ടിയാണ്. തലയിലിരിക്കത്തില്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിൽ കുറിച്ച് വെച്ചാൽ പിന്നെ ഓർക്കാനും പഠിക്കാനും സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇച്ചിരി പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നു. ഈ കൃപ തന്നെ ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള കൃപയെക്കുറിച്ചാണ് ഞാൻ ഒന്ന് പറയാൻ. ദൈവത്തിൻ്റെ ജനം പറയുന്നത് അവരൊരു ദൈവത്തോട് നിയമം ചെയ്ത ജനമാണ്. നിയമം എന്ന് പറയുന്നതിന് വേറൊരു വാക്കാണ് വാസ്തവത്തിൽ ഉഭയസമ്മതം ചെയ്ത ജനം. ഇംഗ്ലീഷിൽ അതിനെ കവനന്റ് എന്ന് പറയും, ഉഭയസമ്മതം. അപ്പം ദൈവവും മനുഷ്യരും തമ്മിൽ ഒരു ബന്ധത്തിൽ, നിയമബന്ധത്തിൽ ഏർപ്പെട്ടു. അതാണല്ലോ പഴയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമത്തിന് പകരം പുതിയ നിയമം. ദൈവം പഴയ നിയമത്തിൽ എന്താണ് പഴയ നിയമം എന്ന് പറയാനുള്ള കാര്യമെന്നറിയാവോ? ദൈവം ഇറങ്ങി വന്നു, സിനായി മലയിൽ ഇറങ്ങി വന്നു. തനിക്ക് സ്വന്തമായിട്ട് ഈ ഇസ്രായേൽ ജനത്തെ എടുത്തതാണ്. എടുത്ത ആ ജനത്തെ ദൈവത്തിൻ്റെ ജനം എന്ന ഔദ്യോഗികമായി മുദ്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ ദൈവം അവിടുന്ന് ആരാണെന്നും അവിടുത്തെ ഇഷ്ടം എന്താണ് എന്നും എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു. ഉറക്കെ എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം പോലെയാണ് പറഞ്ഞത്. ചച്ചൻ പേടിച്ചു. അത്രമേ ഉച്ചത്തിൽ എല്ലാവരും കേൾക്കെ ദൈവം തൻ്റെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞു. ഇഷ്ടം എന്താണെന്ന് പറഞ്ഞപ്പോൾ ജനം തിരിച്ചു പറഞ്ഞു, ആ ഇഷ്ടം പോലെ ഞങ്ങൾ ജീവിച്ചോളാം. അപ്പം ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. എന്നിട്ട് ഒരു യാഗമൃഗത്തിൻ്റെ രക്തമെടുത്ത് അവരുടെ മേൽ തളിച്ചു. തളിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ നിയമത്തിൻ്റെ രക്തം. ഞാൻ രക്തം അടയാളമായി പുരട്ടി മാറിക്കൂടാത്ത നിയമം സ്ഥാപിച്ചു. അതാണ് ഈ പഴയ നിയമം എന്ന് പറയുന്നത്. ദൈവം ചെയ്ത നിയമം, ജനവും ദൈവവും തമ്മിൽ ചെയ്ത നിയമം. എന്നാൽ യേശു മരിക്കുന്നതിന് മുമ്പ്
അവിടുത്തെ കർത്തമേശ സ്ഥാപിച്ച ദിവസമുണ്ടല്ലോ, ആ ദിവസം ഇതുപോലൊരു വാക്ക് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം. അപ്പോൾ എടുത്ത് വാഴ്ത്തി കൊടുത്തിട്ട് പറയാണ്, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം. പാനപാത്രം എടുത്ത് വാഴ്ത്തി കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. പുതിയ നിയമം. യേശു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ ദൈവരാജ്യം എന്താണ് എന്ന് പഠിപ്പിച്ചു, പ്രസംഗിച്ചു വിശദമായി. അതെല്ലാം ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവിക്കാനുള്ള നിയമങ്ങളാണ്. അതിന് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുമോ? ആ നിയമം എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ പറയുന്നു, ഞാൻ അങ്ങനെ ജീവിച്ചോളാം, എനിക്കും അങ്ങയുടെ കൂടെ വരണം, എനിക്കും കൂടെ സ്വർഗ്ഗത്തിൽ വേണം. അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടി അവരെ അതിനു വേണ്ടി ഒരുക്കാൻ യേശു ക്രൂശിൽ രക്തം ചിന്തി. വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ ആ രക്തം മനുഷ്യന്റെ ഹൃദയത്തിൽ തളിക്കും. കണ്ണുകൊണ്ട് കാണത്തില്ല, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കും. അവരുടെ പാപം അതോടെ കഴുകിക്കളയും, അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും, അവരെ ദൈവത്തിന് വേണ്ടി ഒരുക്കുന്നു. അവരന്ന് മുതൽ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കും. കർത്താവേ എന്ന് വിളിക്കുന്നത് വെറും പേരല്ല, യഥാർത്ഥത്തിൽ കർത്താവാണ്, എന്ന് വെച്ചാൽ ഭരണകർത്താവാണ്. അന്ന് മുതൽ അവരെ ഭരിക്കുന്നത് യേശുവാണ്. അങ്ങനെ നിയമം ചെയ്ത ജനമാണ് വാസ്തവത്തിൽ പുതിയ നിയമ ജനം. ആ ജനം പാലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ധാരാളം നിയമങ്ങൾ. അപ്പൊ ആ നിയമങ്ങളുടെ എല്ലാം വിശദീകരണം പറയാനല്ല ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ ഒരു ദൈവകൃപയെക്കുറിച്ച്, കൊടുക്കാനുള്ള ദൈവകൃപയെക്കുറിച്ച് ഒന്ന് പറയാം. പുതിയ നിയമത്തിൽ നിയമമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കുറേ ആളുകൾ. അതൊക്കെ പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ നിയമമൊന്നും ഇല്ല, എല്ലാം ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ പിന്നെ പുതിയ നിയമം എന്തിനാ പറഞ്ഞു? നിയമം ഇല്ലെങ്കിലേ പുതിയ നിയമം എന്തിനാ പറഞ്ഞു? യേശു പറഞ്ഞത് കേവലം ഉപദേശമായിരുന്നുവോ കൽപ്പനയായിരുന്നുവോ? എന്തുകൊണ്ടു? യേശു പറഞ്ഞ കേവലം ഉപദേശമായിരുന്നു, കൽപ്പനയായിരുന്നു? അറിയില്ല. അവസാനം യേശു പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? മത്തായി 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഓർമ്മയുണ്ടോ? അവസാനത്തെ വാക്കുകൾ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ബാക്കി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. യേശു പറഞ്ഞത് മുഴുവന് കൽപ്പനയാണ്. അവിടുത്തെ ദൈവമാണ്, അവിടുത്തെ കർത്താവാണ്. അല്ലാതെ അവിടുത്തെ വാക്കുകൾ കേവലം ഉപദേശങ്ങളും ഗുണദോഷങ്ങളുമല്ല, അവിടുത്തെ വാക്കുകൾ മുഴുവൻ കൽപ്പനയാണ്. സഭയിൽ അങ്ങനെ കൽപ്പനയില്ലെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് ഒത്തിരി ബന്ധുക്കൂസുകാർ. ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകം നേരെ വായിക്കത്തില്ല, ചുമ്മാ ഓടിച്ചെന്തോ വായിക്കും, ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും കേൾക്കും. സൂക്ഷ്മം വായിച്ചു നോക്കണം. അപ്പോസ്തലന്മാർ കൊടുത്തതും കൽപ്പനകളായിരുന്നു. വായിച്ചു നോക്കൂ, ഇഷ്ടംപോലെ വാക്യങ്ങൾ പൗലോസ് പറയുന്നത് എല്ലാം കൽപ്പനയായിട്ടാണ്. അപൂർവം സമയങ്ങളിൽ മാത്രം പറയുന്നു എൻ്റെ അഭിപ്രായം പറയുന്നു. അത് തെളിച്ചു പറയുന്നു, എൻ്റെ അഭിപ്രായം പറയുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ
പെൺപിള്ളേരെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം ഒക്കെ പറയുന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം പറയും. ബാക്കി മുഴുവനും കൽപ്പനകളാണ്. സ്വല്പ കാര്യം കൂടെ ആളുകളുടെ പൊതുവെ ഒരു ധാരണ, ഒരു കാര്യം പറയാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഒത്തിരി പേരും ധരിച്ചു വെച്ചിരിക്കുന്നത് പഴയ നിയമമെല്ലാം മാറിപ്പോയി, ഇപ്പോൾ ഉള്ളത് പുതിയ നിയമമാണ്. അങ്ങനെ ചില വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിൽ ഉണ്ട്. എന്നാലും ആശയം നോക്കണം, പഴയ നിയമം മാറിപ്പോയി, ഇന്ന് പഴയ നിയമം ബാധകമല്ല എന്നാണ് ഒത്തിരി ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പൗലോസ് അപ്പോസ്തലൻ ചില ലേഖനങ്ങളിലെ ചില വാക്യങ്ങളുടെ വെളിച്ചത്തിലാണ് അവരങ്ങനെ പറയുന്നത്. അങ്ങനെ ചില വാക്യങ്ങൾ പറയുന്നത് ശരിയാണ്. എന്നാലും ആ വാക്യങ്ങൾ വേണമെങ്കിൽ പിന്നെ പരിശോധിക്കാം. എന്നാലും എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ യേശുവാണ്. യേശുവിൻ്റെ വാക്കിനപ്പുറം വേറൊരു വാക്ക് ഇല്ല. അതിനപ്പുറം പറയാനുള്ള അധികാരം ആർക്കും ഇല്ല. യേശു പറഞ്ഞ വാക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന് 17-ഉം 18-ഉം വാക്യം. മത്തായി 5-ന്റെ 17-ഉം 18-ഉം വാക്യം എനിക്ക് പറയാൻ അറിയാം. പക്ഷെ എന്നാലും പറഞ്ഞാൽ അങ്ങനെ ആളുകളൊക്കെ ധരിച്ചാലോ ഞാൻ പറഞ്ഞിട്ട് പോയി എന്ന് ഓർമ്മ വായിച്ചു. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. യേശു പറഞ്ഞ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന പ്രയോഗം മുഴുവൻ പഴയ നിയമത്തിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പുസ്തകം, പ്രവാചക പുസ്തകം എന്ന് പറഞ്ഞാൽ ബാക്കി പുസ്തകങ്ങളെല്ലാം പ്രവാചകന്മാരാണ് എഴുതിയിട്ടുള്ളത്. പഴയ നിയമത്തിലെ എബ്രായ രീതി അനുസരിച്ച് നമ്മളെപ്പോലെയുള്ള ഈ നമ്മൾ തിരിച്ചിരിക്കുന്ന പോലെ അല്ല അവർ തിരിച്ചിട്ടുള്ളത്. പുസ്തകങ്ങളെല്ലാം അത് തന്നെയാണ്, എന്നാൽ തിരിച്ചിരിക്കുന്ന സ്വല്പം വ്യത്യാസമുണ്ട്. എന്നാലും പഴയ നിയമം പ്രവാചകന്മാരുടെ എഴുത്തുകളാണ്. ന്യായപ്രമാണം നേരിട്ട് ദൈവം പറഞ്ഞതും ബാക്കി പ്രവാചകന്മാർ മുഖാന്തരം ദൈവം പറഞ്ഞതും. അപ്പം മുഴുവൻ പഴയ നിയമത്തെ കുറിക്കുന്ന ഒരു പ്രയോഗമാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. അപ്പം യേശു എന്താ പറഞ്ഞത്? അത് നീക്കാനല്ല ഞാൻ വന്നത്, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അടുത്ത വാക്യം കൂടെ വായിക്കണം. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകില്ല. അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. എന്താ പറഞ്ഞത്? ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകില്ല. വള്ളിയും പുള്ളി എന്നൊക്കെ നമ്മുടെ മലയാള ഭാഷയ്ക്ക് നമുക്കറിയാം, നമുക്ക് വള്ളിയും പുള്ളിയൊക്കെ ഉള്ള നമ്മുടെ ഭാഷയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും നീങ്ങി പോവുകയല്ല. എന്തുവരെ സകലവും നിവർത്തിയാകുക. അപ്പൊ എന്തൊക്കെയോ നിവർത്തിക്കാനുണ്ട്. നിവർത്തിക്കാനുള്ളത് വരുമ്പോ നിവർത്തി വന്നു കഴിയുമ്പോൾ പിന്നെ അതിന് നേരെയുള്ള കാര്യം മാറിപ്പോകും. നിവർത്തിക്കണ്ടാത്ത കാര്യം വരുമ്പോൾ ഇതിനകത്തൊന്നും മാറ്റാനില്ല. യേശുവാണ് പറഞ്ഞത്, ഇതിനകത്തൊന്നും നീങ്ങിപ്പോകില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ പഴയ നിയമം നീങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സ്വല്പം ഒരു കാര്യം കൂടി. അവൻ ദൈവം എന്താണ്? ആദ്യം കുറേ കാര്യം പറഞ്ഞു, അതെല്ലാം മായ്ച്ചു കളഞ്ഞു. പിന്നെ ഇപ്പം പുതിയതായിട്ട് കുറേ കാര്യം പറയുന്നു. എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിന് ഇങ്ങനെ സ്വഭാവം മാറി മാറി വരുമോ? ദൈവം പിന്നാണോ ആലോചിച്ചത്? അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ മതിയായിരുന്നെന്ന് പിന്നെ ദൈവം ആലോചിച്ചാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അതാണോ ദൈവത്തിൻ്റെ സ്വഭാവം? ദൈവത്തിൻ്റെ സ്വഭാവം നിത്യ സ്വഭാവമല്ലേ? ആദ്യം പറയുമ്പോൾ തന്നെ ദൈവത്തിന് അന്തമറിയാവുന്ന ദൈവമല്ലേ? സർവജ്ഞാനിയായ ദൈവമല്ലേ? അപ്പം ദൈവം പറയുന്ന കാര്യം മാറ്റി മാറ്റി പറയുന്ന കാര്യം ഇല്ല. ദൈവം അങ്ങനെ പറയില്ല. ദൈവം ആദ്യം പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ, അതിന് മാറ്റം വാസ്തവത്തിൽ ഇല്ല. പിന്നെ എന്താണ് ഈ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ദൈവം പറയുന്ന കാര്യം അത് സ്വർഗത്തിലെ കാര്യമാണ്. സ്വർഗത്തിലെ കാര്യം സ്വർഗത്തിലെ ഭാഷയ്ക്ക് പറഞ്ഞാൽ
നമ്മുടെ തലയിൽ കയറില്ല. നമ്മളാരും സ്വർഗത്തിൽ പോയിട്ടില്ല. സ്വർഗത്തിൽ പോകാത്ത നമ്മൾ സ്വർഗത്തിലെ ഭാഷയെ പറഞ്ഞാൽ നമുക്കങ്ങനെ മനസ്സിലാവും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഭൂമിയിലെ ഭാഷയിൽ പറഞ്ഞു. മനുഷ്യൻ മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതിന് ഭൂമിയിലെ ഭാഷയിൽ പറഞ്ഞു. ആ ഭൂമിയിലെ ഭാഷയിൽ പറഞ്ഞിട്ട് പാഠം പഠിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താന്ന് പിന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിനെ വിളിക്കുന്നത് പുരോഗമനപരമായ വെളിപ്പാട്. ദൈവശാസ്ത്ര വാക്കാണ് ലഭിക്കുന്നത്. പുരോഗമനപരമായ വെളിപ്പാട് വെച്ചാൽ ഇംഗ്ലീഷിൽ പ്രോഗ്രസീവ് റെവലേഷൻ. പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു കൊടുത്തില്ല. ഒന്നിച്ച് പറഞ്ഞു കൊടുത്താൽ ആരുടെ തലേക്ക് വരും? കുറേശ്ശെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ കുറേശ്ശെ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം അടുത്ത കാര്യം പറഞ്ഞു കൊടുക്കും. അതാണ് ഈ പഴയ നിയമത്തിൽ സംഭവിച്ചത്. ഉദാഹരണത്തിന് ഇപ്പം പഴയ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ ഒന്ന് വേഗം പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ദൈവം ഒരു ദൈവാലയം സ്ഥാപിച്ചു. ദൈവത്തെ താമസിക്കാൻ ഭൂമിയിൽ ഒരു ദൈവാലയം സ്ഥാപിക്കണം എന്ന് ദൈവം പറഞ്ഞു. അതിനെനിക്ക് ഇടം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഇടം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം, ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ആ കെട്ടിടം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ദൈവം പറഞ്ഞു. അതിൻ്റെ നീളം, വീതി, ഉയരം എന്ത് വേണമെന്ന് ദൈവം പറഞ്ഞു. അതിന് ഉപയോഗിക്കേണ്ട ഭിത്തി എന്താണെന്ന് ദൈവം പറഞ്ഞു. ഫൗണ്ടേഷൻ എന്താണെന്ന് ദൈവം പറഞ്ഞു. മേക്കുര എന്താണെന്ന് ദൈവം പറഞ്ഞു. അതിന് ഉപയോഗിക്കേണ്ട ഓരോ കർട്ടന്റെ നിറം എന്താണെന്ന് ദൈവം പറഞ്ഞു. അതിനകത്ത് വെക്കേണ്ട ഉപകരണങ്ങൾ എന്താണെന്ന് ദൈവം പറഞ്ഞു. ആ ഉപകരണത്തിന് ഓരോന്നിനും എന്ത് വലിപ്പം വേണമെന്ന് ദൈവം പറഞ്ഞു. എന്തുകൊണ്ട് ഉണ്ടാക്കണമെന്ന് ദൈവം പറഞ്ഞു. ആ ഉപകരണം കൊണ്ട് എവിടെ വെക്കണമെന്ന് ദൈവം പറഞ്ഞു. ദൈവം പറയുന്നത് പോലെ ഉണ്ടാക്കി കൊടുക്കണം. കാരണം ദൈവം വലിയ ആളാണ്. ദൈവത്തെ താമസിക്കാൻ വീട് വേണമെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ വീട് ഉണ്ടാക്കി കൊടുത്താൽ ദൈവം താമസിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ വലിപ്പത്തിന് ചേരില്ലല്ലോ. അപ്പൊ ദൈവത്തിന്റെ വലിപ്പത്തിന് ചേരണമെങ്കിൽ ദൈവത്തിന് തോന്നുന്ന തരത്തിലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. കൂടാരം എന്നൊക്കെ പറഞ്ഞാലും മുഴുവൻ തങ്കം പൊതിഞ്ഞൊരു സ്ഥലമല്ലായിരുന്നു. അങ്ങനെ ഭൂമിയിൽ കെട്ടിടമുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ ദൈവം പറഞ്ഞപ്പോ അത് പിന്നെ ദൈവത്തിന്റെ മാത്രം സ്ഥലമാണ്. അതിനകത്ത് വേറെ ആർക്കും ഒരു അധികാരവും ഇല്ല. ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ മഹാപുരോഹിതനാണ്. അദ്ദേഹത്തിന് അധികാരമില്ല. ഇതിനകത്ത് കയറണമെങ്കിൽ വിശുദ്ധന് മാത്രമേ അതിനകത്ത് കയറാൻ പാടുള്ളൂ. പ്രത്യേകം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കുലത്തിന് മാത്രം. ബാക്കിയുള്ളവർ ദൂരെ നിൽക്കണം. വരണമെങ്കിൽ ബാക്കിയുള്ളവർ വരണമെങ്കിൽ ഒരു യാഗം കഴിച്ച് ശുദ്ധീകരിച്ചിട്ട് ഇങ്ങോട്ട് കയറാൻ പാടുള്ളൂ. മൊത്തം വിശുദ്ധി, ഭയങ്കര ദൈവസാന്നിധ്യം. ദൈവസാന്നിധ്യത്തിൽ അടുത്ത് ചെന്നാൽ മരിച്ചു പോകും. അടുത്ത് ചെന്നൂടാ, ചെന്നാൽ മരിച്ചു പോകും. അപ്പൊ അങ്ങനെ ആകെ പവിത്രമായ ഒരു സ്ഥലം, അതാണ് ദൈവസന്നിധി. അക്ഷരാർത്ഥത്തിൽ ദൈവം ഇറങ്ങി താമസിക്കുന്ന ഒരു സ്ഥലം. കണ്ണുകൊണ്ട് കാണാമായിരുന്നു ആ ദൈവസാന്നിധ്യം. ഒരു മേഘം, ഒരു അഗ്നി. അപ്പൊ ഇത് ഭയങ്കര സാന്നിധ്യമുള്ള സ്ഥലം. ഇതാണ് ദൈവസന്നിധി. അല്ലാതെ കേവലം ഒരു സ്ഥലം അല്ല. ആ സ്ഥാനത്ത് പക്ഷെ ദൈവം എന്നൊരു കെട്ടിടത്തിൽ താമസിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ആ ഒരു കെട്ടിടം ലോകത്തിൽ ഒരിടത്തേ ഉള്ളൂ. അത് അങ്ങ് യെരൂശലേമിൽ അല്ലെങ്കിൽ ആ കൂടാരം വെച്ച സ്ഥലത്തേ ഉള്ളൂ. അത് വേറെ എങ്ങും ഇല്ല. ആർക്ക് ദൈവത്തെ കാണണമെങ്കിലും അവിടെ പോകണം. അത് ഭയങ്കര ചെലവുള്ള കാര്യമാണ്. എപ്പോഴും അവിടെ പോകാൻ പറ്റില്ല. എന്നാൽ ദൈവത്തെ വല്ലപ്പോഴും മാത്രം കണ്ടാൽ പോരാ. ചിലർക്ക് മാത്രം ദൈവത്തെ കിട്ടിയാൽ പോരാ, എല്ലാവർക്കും ദൈവത്തെ കിട്ടണം. അതിന് ദൈവം പറഞ്ഞു, ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നെങ്കിലും എന്ന് പറഞ്ഞില്ല, എല്ലായിടത്തും ദേവാലയം വേണം. എല്ലായിടത്തും. അത് ഇങ്ങനത്തെ ദേവാലയം അല്ല, മനുഷ്യരെന്ന ദേവാലയം, സഞ്ചരിക്കുന്ന ദേവാലയം, ജീവനുള്ള ദേവാലയം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്ന് പുതിയ നിയമം പറയുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? എല്ലാ വിശ്വാസിയും ഞാൻ ദേവാലയമാണ് എന്ന് പറഞ്ഞ് നടന്നാൽ അതാണോ അതിന്റെ അർത്ഥം? അല്ല. അന്നത്തെ പോലെ ദൈവം താമസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. ദൈവം താമസിക്കുന്ന സ്ഥലം. അങ്ങനെ താമസിക്കണമെങ്കിൽ ദൈവം എവിടെയും ഇറങ്ങി വന്ന് താമസിക്കാൻ പറ്റില്ല. അതിന് തക്കവണ്ണം ദൈവം പറയുന്നത് പോലെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ദൈവം അവിടെ താമസിക്കൂ.
ദൈവത്തിന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം പണിഞ്ഞെങ്കിലേ ദൈവോടെ താമസിക്കൂ. അല്ല പള്ളി കയറി വന്നിട്ട് ഞാനും ദൈവാലയം അല്ലെന്നേ. നിന്റെ അകത്ത് ദൈവം ഇറങ്ങി അക്ഷരാർത്ഥത്തിൽ താമസിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവാലയമാകുള്ളൂ. അല്ലാതെ ആരും ദൈവാലയമല്ല. അത് പറഞ്ഞു കൊടുക്കാൻ ഇതുണ്ടാക്കി കാണിച്ചു. യേശു മരിച്ചപ്പോ അതുവരെ മനുഷ്യനെ ഇങ്ങനെ ശുദ്ധീകരിക്കാൻ സമ്പ്രദായം ഇല്ല. യാഗം ചെയ്ത് ഒരു പാപം ക്ഷമിച്ചു കിട്ടുമെന്നേ ഉള്ളൂ. മനുഷ്യനെ ശുദ്ധീകരിക്കാൻ മൃഗങ്ങളുടെ യാഗങ്ങൾക്കും രക്തങ്ങൾക്കും കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തത്തിന് ഏത് മനുഷ്യനെ കഴുകാൻ പറ്റും, ശുദ്ധീകരിക്കാൻ പറ്റും, വെടിപ്പാക്കാൻ പറ്റും, എല്ലാ തിന്മയും നീക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോ മനുഷ്യന്റെ അകത്ത് താമസിക്കാൻ ദൈവത്തിന് പറ്റും, അല്ലാതെ പറ്റില്ലായിരുന്നു. യേശു മരിച്ചു കഴിഞ്ഞപ്പോ ദൈവം തന്നെ ആ തിരശ്ശീല കീറി കളഞ്ഞില്ലേ? ദൈവത്തിന്റെ മുറി കയറുന്നിടത്തൊരു തിരശ്ശീല ഉണ്ടായിരുന്നു, മനുഷ്യൻ കയറാതിരിക്കാൻ വേണ്ടി. അത് കീറി കളഞ്ഞതുകൊണ്ട് ദൈവം പറഞ്ഞു, വാ കയറി വാ. ദൈവത്തിന്റെ ചെല്ലാൻ എല്ലാവർക്കും അനുവാദം കിട്ടി. ദേവാലയം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാമുണ്ടെന്ന് പാഠം വന്നത്. ഇന്ന് ആ ദേവാലയം ഇല്ലെങ്കിലും ഇന്ന് ദേവാലയം ഉണ്ട്. എന്താണ് ഇന്ന് ദേവാലയം? ഞാൻ, നിങ്ങൾ. ദൈവത്തെ താമസിപ്പിക്കുന്ന മനുഷ്യരാരോ അവർ ദേവാലയം. സ്തോത്രം. ഇപ്പൊ ദേവാലയം ഇല്ലാതായോ? ഇല്ല, നിവർത്തി വന്നു. അതിനോട് ബന്ധപ്പെട്ട എല്ലാം. ആ ദേവാലയത്തിൽ പുരോഹിതൻ വേണമായിരുന്നു. സാധാരണക്കാരന് കയറി വരാൻ പറ്റില്ല. പുരോഹിതൻ ഉണ്ടെങ്കിലേ അങ്ങോട്ട് ചെല്ലാവും. അതാ വിശുദ്ധിയുടെ ഭയങ്കരത്വം. അതിന് പകരം ദൈവം ഇന്ന് പുത്രന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് എല്ലാരെയും പുരോഹിതന്മാരാക്കി. അപ്പൊ ആർക്കും വന്ന് ദൈവത്തെ സ്തുതിക്കാം. ആർക്കും? ഈ ശുദ്ധീകരിക്കപ്പെട്ടവർ, അല്ല എല്ലാവർക്കും അല്ല, ഈ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ അന്ന് പുരോഹിതനില്ല എന്നാണോ അതിന്റെ അർത്ഥം? പഴയ നിയമ പുരോഹിതൻ ഇല്ല. പക്ഷെ ഇന്ന് ആരാണ് പുരോഹിതൻ? തന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് പാപം പോക്കി കഴുകി വന്ന എല്ലാവരും ദൈവത്തിന് പുരോഹിതന്മാർ. അപ്പൊ യേശു പറയുകയാണ്, ഞാൻ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. നിങ്ങൾ വേദപുസ്തകത്തിലെ ഓരോ തത്വം എടുത്തു നോക്കൂ. എന്താണ് നീങ്ങിപ്പോയത്? അല്ല, ഒന്നുകൂടെ പറയാം. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം 10 കൽപ്പനയല്ലേ? അതല്ലേ കേന്ദ്ര കാര്യം? അതിന്റെ വിശദീകരണമല്ലേ? ബാക്കിയല്ല. 10 കൽപ്പന നീങ്ങിപ്പോയോ? എന്ത് തോന്നുന്നു? ദൈവം അന്ന് പറഞ്ഞ് ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇപ്പൊ വേറെ ദൈവമാകോ? പറ്റുമോ? ഇല്ലല്ലോ. വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ നമസ്കരിക്കരുത്. ഇന്ന് അത് ചെയ്യാൻ അനുവാദമുണ്ടോ? ഇല്ലല്ലോ. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാവെടുക്കരുത്. ഇന്ന് ദൈവത്തിന്റെ നാമം വൃഥാവെടുത്ത് എന്ന് പറയാമോ? ഏതാണ് മാറിയത്? അപ്പനെ അമ്മയും ബഹുമാനിക്കണം, അത് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം നിങ്ങളുടെ പിള്ളേർ നിങ്ങളെ ബഹുമാനിക്കണമെന്നല്ലേ? അല്ലേ? അപ്പൊ പിന്നെ എന്താ മാറി? വ്യഭിചാരം ചെയ്യരുത്, അത് പഴയ നിയമത്തിലെ കാര്യം. പുതിയ നിയമത്തിൽ എന്തോന്നു? ആണോ? അല്ലല്ലോ. അപ്പൊ എന്താ നീങ്ങിപ്പോയി? യേശു പറഞ്ഞ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. വാസ്തവത്തിൽ നീക്കിയതല്ല. യേശു പറഞ്ഞാണ് ശരി, നിവർത്തിപ്പാനാണ് വന്നത്. ആ ദേവാലയം ഇല്ല, പക്ഷെ ഇവിടെ ദേവാലയമുണ്ട്. ആ പുരോഹിതനില്ല, പക്ഷെ ഇവിടെ പുരോഹിതൻ ഉണ്ട്. ആ യാഗമില്ല, പക്ഷെ എന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദമുള്ള യാഗമായി ഞാൻ സമർപ്പിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞാൽ, ശരിക്കും വിശകലനം ചെയ്ത് പഠിച്ചാൽ ഒന്നും നീങ്ങിപ്പോയില്ല, നിവർത്തിക്കപ്പെട്ടു. ആമേൻ. ഇനി മലാഖി പ്രവചനം എൻ്റെ 3-ാം അധ്യായം ആദ്യം മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിക്കാവോ? എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന്
7 മുതൽ 12 വരെയുള്ളതാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ദൈവം മലാക്കി പ്രവചനത്തിൽ ഇസ്രായേലിന്റെ തോൽവികൾ പറയുകയാണ്. പുസ്തകം മുഴുവൻ അതാണ്, അവരുടെ തോൽവിയാണ്. പല പല തോൽവികൾ പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ പറയുകയാണ്, നിങ്ങൾ എന്നെ മോഷ്ടിക്കുന്നു. മോഷ്ടിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തെ മോഷ്ടിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, ദൈവത്തിൻ്റെ കഥ മോഷ്ടിക്കുന്നു ആ അർത്ഥത്തിലാണ്. നിങ്ങൾ മോഷ്ടിക്കുന്നു. അതുകൊണ്ട് ഈ ജാതി മുഴുവനും ശാപഗ്രസ്തരാണ്. എന്നിട്ട് പറയുന്നു, തോൽവി എന്ന് പറഞ്ഞാൽ നിയമലംഘനത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇത് അവസാനം പഴയ നിയമത്തിൻ്റെ ഏറ്റവും അവസാനം ദൈവം പറഞ്ഞൊരു വാക്കാണ്. അപ്പോൾ ഈ പഴയ നിയമം മാറിപ്പോയി എന്ന് പറയുന്ന ആളുകളുടെ വാദം നിമിത്തവും അങ്ങനെ ഒരു ഉപദേശം പുതിയ നിയമത്തിലില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? പഴയ നീക്കുകയല്ല, നിവർത്തിക്കുകയാണ് ചെയ്തത്. ഇനി മത്തായി സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. യേശുവിൻ്റെ ഉപദേശം. അപ്പോൾ ഒന്നുകൂടെ കേൾക്കണം. എന്താണ് പറഞ്ഞത്? യഹൂദ മതത്തിൻ്റെ നേതാക്കന്മാരെ യേശു കുറ്റപ്പെടുത്തുകയാണ്. എന്താണ് കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ എല്ലാത്തിലും ദശാംശം കൊടുക്കും. പതാരം പറഞ്ഞ ദശാംശം. ആ വാക്കിൻ്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തുളസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് പറഞ്ഞാൽ കടുവിനകത്തും ജീരകത്തിനകത്തും എല്ലാത്തിനകത്തും ദശാംശം കൊടുക്കും. പക്ഷേ ജീവിതമില്ല. കരുണ, നീതി, വിശ്വസ്തത എന്നിങ്ങനെ ആന്തരിക ഗുണം തള്ളിക്കളഞ്ഞ ഒരു കൂട്ടം ജനം. യേശു പറയും, നിങ്ങൾ കപടവ്യക്തിക്കാണ്. ഈ ആന്തരിക ഗുണമെന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. എന്താണ് യേശു പറഞ്ഞത്? ബാക്കി എന്താണ്? അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. എന്താണ്? ദശാംശം കൊടുക്കണം. ആന്തരിക ഗുണങ്ങൾ തള്ളിക്കളയാനും പാടില്ല. അപ്പൊ ദശാംശം വേണ്ടെന്നാണ് യേശു പറഞ്ഞത്? അല്ലല്ലോ. അത് ചെയ്യുകയും എന്നല്ലേ പറഞ്ഞത്? ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അപ്പൊ പഴയ നിയമം യേശു ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ വാസ്തവത്തിൽ ചെയ്തിട്ടുള്ളത്. ആമേൻ. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ ഇച്ചിരി ആവേശം സ്വാഭാവികമാണ്. എന്നാൽ അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മലാക്കി പ്രവർത്തനത്തിലെ ഒടുവിലത്തെ ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ. ഞാൻ ഈ പറയുന്നത് എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയും ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന്, അതിനോട് ചേർന്നുള്ള വാക്യമാണ്, സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്ന് ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിക്കുവീൻ എന്ന് പറഞ്ഞാൽ പ്രകൃത്യാതീത വഴികൾ ദൈവം
തുറക്കും. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് പ്രകൃത്യാതീത വഴി തുറക്കും. നിങ്ങളുടെ മുന്തിരിവള്ളി മൂക്കാതെ അതിന്റെ ഫലം ഒഴുകി പോകുകയില്ല. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തേങ്ങ മൂക്കാതെ ഒഴിഞ്ഞു പോകില്ല. നിങ്ങളുടെ കൃഷിക്ക് ക്ഷുദ്രജീവികൾ ഒന്ന് നാശം വരുത്താതെ ഞാൻ സൂക്ഷിക്കും. നിങ്ങളുടെ ആരോഗ്യം ജോലിക്ക് പോകത്തക്കവണ്ണം ബലമുള്ളതാക്കി ഞാൻ തരും. നിന്റെ കൃഷിയെ ഞാൻ സൂക്ഷിക്കും. നിന്റെ കന്നാലിയെ ഞാൻ സൂക്ഷിക്കും. അത് സൂക്ഷിക്കാൻ വേറെ മനുഷ്യരെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ സൂക്ഷിക്കും. നിങ്ങൾ എന്നെ പരീക്ഷിച്ചു നോക്കുവേ എന്ന് ദൈവം പറഞ്ഞു. നീ അതിന്റെ ബാക്കി ഇച്ചിരി കൂടെ കേൾക്കണം. ദൈവത്തിന്റെ നിയമം ഒന്ന് പറഞ്ഞേക്കാം. നിയമം പറഞ്ഞാൽ നമ്മളിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള മനുഷ്യർ ഇതെല്ലാവരും എന്നെ പോലെ പറയാൻ ധൈര്യപ്പെടുത്തില്ല. ചിലർ പറഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞാലും ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ സ്ഥാനത്തിൻ്റെ അധികാരമുണ്ട്. എനിക്ക് ആ വചനം പറയാനുള്ള പ്രാഗൽഭ്യവും അധികാരവും ദൈവം തന്നിട്ടുണ്ട്. തന്നെയല്ല, ഈ സമൂഹത്തിൽ ഞാനല്ലാതെ ഇത് അധികാരത്തോടെ പറയാൻ ഇന്ന് ആ സ്ഥാനത്ത് വേറൊരാൾ ഇല്ലല്ലോ. അപ്പം പിന്നെ അധികാരത്തോടെ പറയാനുള്ള ആള് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് കേൾക്കണം. ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് കേൾക്കണം. ഓടിപ്പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഏറ്റവും കൂടെ പോകേണ്ടത് ഞാനല്ലേ. വെളുപ്പിനെ 2:30 എഴുന്നേറ്റാണ്. 3 മണി കഴിഞ്ഞപ്പോൾ വണ്ടി വിട്ടതാണ്. അത്രയും ദൂരം ഓടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം. കുറെ കാര്യങ്ങൾ ദൈവത്തിൻ്റെതാണ് എന്ന് ദൈവം പറയും. ഇതെല്ലാം എൻ്റെ ദൈവത്തിന്റെ ക്ലെയിംസ് ആണ്, അവകാശവാദമാണ്. പുറപ്പാട് 13:1-2. യഹോവ പിന്നെയും മോശയോട്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം, അതെനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു. എന്താണ്? എല്ലാത്തിൻ്റെയും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എല്ലാത്തിൻ്റെയും ആദ്യജാതൻ എനിക്കുള്ളത്. എല്ലാത്തിൻ്റെ ആദ്യജാതൻ എനിക്കുള്ളത്. പുറപ്പാട് 22:29. കുറെ വാക്യങ്ങളുണ്ട് കേട്ടോ, എങ്കിലും അടിസ്ഥാനപരമായ വാക്യം ഞാൻ പറഞ്ഞാണ്. 22:29. നിന്റെ വിളവും ദ്രാവകവർഗവും അർപ്പിപ്പാൻ താമസിക്കരുത്. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ എനിക്ക് തരയണം. ദൈവം പറയണം, അത് എൻ്റെതാണ്. മക്കളിൽ ആദ്യജാതൻ എൻ്റെത്. കന്നാലികളിലും ആദ്യജാതൻ എൻ്റെത്. മൃഗത്തിൻ്റെ എല്ലാ ആദ്യ സമ്പത്ത് എൻ്റെത്. ദൈവം പറയുന്ന ന്യായമുണ്ട് കേട്ടോ, പല ന്യായമുണ്ട്. എങ്കിലും അവരോട് പറഞ്ഞതിൻ്റെ ഒരു ന്യായം, എല്ലാ ആദിജാതന്മാരെയും കൊല്ലാൻ സംഹാരദൂതൻ മിസ്രൈമിൽ ഇറങ്ങി. മിസ്രൈമിലെ എല്ലാ ആദിജാതന്മാരെയും കൊന്നു. ഇസ്രായേലിന്റെ ആദിജാതനെ മാത്രം കൊന്നില്ല. അവരെയും കൊല്ലേണ്ടതായിരുന്നു, കൊന്നില്ല. ദൈവം പറഞ്ഞു, അതുകൊണ്ട് ആദിജാതൻ എൻ്റെത്. ന്യായം. 2, മക്കള് നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടായതാണ്, ശരിയാണ്. പക്ഷെ ജീവനാരുടെ വകയാണ്. മക്കൾ യഹോവ നൽകുന്ന അനുഗ്രഹം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. പുരുഷന്റെ സ്ത്രീ കൂടെ വിചാരിച്ച് മാത്രമൊന്നും മക്കൾ ഉണ്ടാവത്തില്ല. ദൈവം ജീവൻ തന്നെങ്കിലേ ജീവനുണ്ടാവും. എല്ലാ മക്കളെയും തന്നത് ദൈവമല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ മക്കളും ദൈവത്തിൻ്റെ അല്ലേ? ദൈവം പറയും, നീ എടുത്തോ, ബാക്കി ഒരെണ്ണം എൻ്റെത്, ആദ്യത്തത് എൻ്റെത്. എല്ലാ കണ്ണാലി എൻ്റെത്, പക്ഷെ നീ എടുത്തോ, ബാക്കിയല്ല, ആദ്യത്തത് എനിക്ക് തരണം. എന്തിന്? ഞാനാണ് ദൈവമെന്നും ഇതിന്റെ അധികാരി ഞാനാണെന്നും നീ തിരിച്ചറിയണം. എന്ന് തന്നെയല്ല, ദൈവത്തിന്റെ വേലയ്ക്കാൾ വേണ്ടേ? ദൈവവേല പ്രധാനമല്ലേ? അത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ലയോ ദൈവവേല? നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ളതല്ലേ ദൈവവേല? ആ ദൈവവേല നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ളതാണെങ്കിൽ അത് ചെയ്യാൻ ഭൂമിയിൽ ആള് വേണ്ടേ? വേണ്ടേ?
പല സോക്കേട് പിടിച്ചതും പഠിക്കാൻ തലയില്ലാത്തതും അങ്ങനെയുള്ളതിനെയൊക്കെ ദൈവത്തിന് കൊടുക്കണമെന്നാണ് പൊതുവെ മനുഷ്യന്റെ ധാരണ. സോക്കേട് വന്ന് ചാവാൻ തുടങ്ങുമ്പോൾ രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് കാണുമ്പോൾ ഇതിനെ സുഖമാക്കിയാൽ നിനക്ക് ദൈവം അത്ര ഗതികെട്ടവൻ. ദൈവം പറഞ്ഞ ആദ്യ ജാതൻ നല്ല ബലമുള്ള ആരോഗ്യമുള്ള കാലത്തെ പിള്ളേരെ എനിക്ക് വേണം. നല്ല ചോണക്കൂട്ടന്മാരെ വേണം ദൈവത്തിന്റെ പേരേക്ക്. ദൈവത്തിന്റെ ശാസ്ത്രമാണെന്നേ. അപ്പൊ ദൈവം പറഞ്ഞു ദൈവത്തിന്റെ പേരേക്ക് എല്ലാ വീട്ടിൽ നിന്നും ആള് വേണം. ആണ് സംവിധാനം. റൈറ്റ്. പുറമേലസ്തോ 3-ാം അധ്യായം പ്രൊവേർബ്സ് സാക്ഷ്യവാക്യം 3-ാം അധ്യായം 9-ാം വാക്യം. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം. എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കണം. വേറെ പല വാക്യങ്ങളുണ്ട് കേട്ടോ. പുറപ്പാട് 23:19, ലേവ്യ 23:10-14 വരെ, ആവർത്തനം 26:1-11 വരെ, ഈ വാക്യങ്ങളെല്ലാം. എന്താണ് ദൈവം പറഞ്ഞത്? കൃഷി. ആ കൃഷി എന്ന് പറയുന്നതും നിങ്ങൾ കൃഷി ചെയ്തു, പക്ഷെ വെള്ളം ഒഴിച്ചത് ദൈവമല്ലേ? ബലം തരുന്നത് ദൈവമല്ലേ? നല്ല കാലാവസ്ഥ തന്നത് ദൈവമല്ലേ? നല്ല കാലാവസ്ഥ തന്നെങ്കിലല്ലേ കൃഷി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിത്ത് കുഴിച്ചിട്ടെന്നും പറഞ്ഞ് ബലം ഉണ്ടാകണമെന്നുണ്ടോ? എല്ലാം നൽകിയത് ദൈവമല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവമേ, അങ്ങാണ് ഇതിന്റെ ഉടമസ്ഥൻ, അങ്ങ് തന്നതാണ് എന്ന് പറയാൻ വേണ്ടി ആദ്യത്തെ ബലം ദൈവത്തിനോട് കൊടുക്കണം. ബഹുമാനത്തിന് വേണ്ടി അത് അംഗീകരിക്കണം. അല്ലാതെ എന്റെ മിടുക്കാണെന്ന് പറയാൻ ആരെങ്കിലും തുനിയാൽ കേവലം ഒരു ശ്വാസത്തിന് തുല്യമല്ലേ? ഏത് നിമിഷവും ശ്വാസം പോകാമല്ലോ. ഇത് കാത്തു പരിപാലിക്കുന്നവൻ ദൈവമല്ലേ? സകലത്തിന്റെയും ഉടമസ്ഥൻ ദൈവമല്ലേ? അത് പറയാൻ തയ്യാറായി ബഹുമാനിക്കണം ജനം. ആദ്യ ബലവും ദൈവത്തിന്റെ, കർണാലിയുടെ ആദ്യ ബലവും ദൈവത്തിന്റെ, കൃഷിയുടെ ആദ്യ ബലവും ദൈവത്തിന്റെ. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. ദേശത്തിലെ ദശാംശമൊക്കെയും നിലത്തിലെ വിത്തിലും യഹോവയ്ക്കുള്ളതാകുന്നു. വാക്യം, ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ബാക്കി ആരെങ്കിലും അത് യഹോവയ്ക്ക് വിശുദ്ധം. അത് യഹോവയ്ക്ക് വിശുദ്ധം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കണം. അത് തൊട്ടേക്ക് നിങ്ങളുടെ അല്ല. വിശുദ്ധം എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ്, വേർതിരിക്കപ്പെട്ടത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് ദൈവത്തിന് വിശുദ്ധം. എന്ത്? ദശാംശമൊക്കെയും ദൈവത്തിന് വിശുദ്ധം. അതിൽ തൊട്ടേക്കുണ്ട്, അത് മാറ്റി വെച്ചേക്കണം. ദൈവം പറയുന്നതാണ്. ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 5-1 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10-1 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്, വച്ചു മാറുകയും അരുത്. വെച്ചു മാറുന്നുവെങ്കിൽ അതും വെച്ചു മാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുത്തുകൂടാ. ഈ വാക്യങ്ങളൊന്നും അധികം പേരും വായിച്ചിട്ടില്ല കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിക്കാമോ ആ വാക്യം പറഞ്ഞത്? ഇത് എന്താണ് പറഞ്ഞത്? 10-1 യഹോവയ്ക്ക് വിശുദ്ധം. പിന്നെ അതിൽ 4 വീണ്ടെടുത്തുകൂടാണ്. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിന് തിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. പഴയ നിയമത്തിൻ്റെ സമ്പ്രദായമാണ് വീണ്ടെടുപ്പ്. ആദ്യ ജാതിനെ വീണ്ടെടുക്കാൻ അതിന് സംവിധാനങ്ങൾ. പക്ഷെ ദശാംശം വീണ്ടെടുക്കാൻ പാടില്ല. തൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ പാടില്ല. എടുത്താൽ ഭക്ഷണമാക്കണ്ടേ? 5-1 ചേർത്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 20% പെനാൽറ്റി കൊടുക്കണം. ദശാംശം തൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചു പോയാൽ 20% പെനാൽറ്റി കൊടുക്കണം. മനസ്സിലാവുന്നില്ലായിരിക്കും.
ബാങ്കിൽ നിന്ന് പണം എടുക്കാറില്ലേ? ലോൺ എടുക്കാറില്ലേ? ചുമ്മാതെ ലോൺ തരുമോ? ലോണേ ചുമ്മാതെ തരുമോ? ലോൺ എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ എന്താന്നേ? ലോൺ എടുക്കണമെങ്കിൽ പലിശ കൊടുക്കണം. പലിശ കൊടുക്കാതെ ലോൺ എടുക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ എടുത്താലും പലിശ കൊടുക്കണം. ദൈവത്തിൻ്റെ എടുക്കുന്ന പലിശയുടെ ശതമാനം 20%. ദശാംശം ദൈവത്തിൻ്റെത്. സ്വന്തം ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചു പോയാൽ 20% പലിശ കൂടെ ചേർത്ത് തിരിച്ചു കൊടുക്കണം. അല്ലാതെ പറ്റില്ല. പലിശ കൊടുത്തേ പറ്റൂ. ഇത്രയും കാലം എടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചേർത്ത് പലിശ കൊടുക്കാൻ പോയാൽ എന്നാലോചിക്കുക. കാരണം ദൈവത്തിൻ്റെത് നിങ്ങൾ എടുത്തുപോയി. അപ്പൊ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ 5-1 20% പലിശ കൂടെ കൊടുത്തത് കൊടുക്കണം. അടുത്തത് ചില ആത്മീയരായ കാര്യം ഞാനങ്ങ് പറയാം. ഈ ഉളപ്പൻ വിശ്വാസിയുടെ കാര്യം തൽക്കാലം പറയുന്നില്ല. നല്ല വിശ്വാസിയുടെ കാര്യം പറയുക. കന്നാലി എല്ലാം എണ്ണി വരുമ്പോൾ 10-1 ദൈവത്തിന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വന്നപ്പോൾ നല്ല വിശ്വാസിയാണ് കേട്ടോ. അദ്ദേഹം പറയാണ് 10ാമത്തെ കാള ക്ഷീണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ 9ാമത്തെ കൊടുക്കാം. നല്ല തടിച്ചു കൊടുത്ത കാളയാണ്. ദൈവം പറയും ശരി, 9ാമത്തെ മാറ്റി തരാമെന്ന് നീ പറഞ്ഞില്ലേ, മാറ്റി. 10ാമത്തത് എൻ്റേതാ, അത് മാറ്റി. 10ാമത്തെ ക്രമം അനുസരിച്ച് എൻ്റെത്, മറ്റേ തരാം നീ പറഞ്ഞില്ലേ, പറഞ്ഞത് പിന്നെ മാറ്റാൻ പാടില്ല. അപ്പൊ 10ഉം ദൈവത്തിൻ്റെതായി, 9ഉം ദൈവത്തിൻ്റെതായി. അങ്ങനെ വെച്ച് മാറിയതും ദൈവത്തിനാവും, കൊടുക്കേണ്ടതും ദൈവത്തിനാവും. തെളിച്ചു പറയാം. നമ്മുടെ ആളുകൾ പലരും സഭയിൽ ആത്മീയമൊക്കെ നോക്കുമ്പോൾ കുറേ സാധനം സഭയിൽ കൊണ്ടുവരും, കൊടുക്കും. ചില പിണക്ക് വരുമ്പോൾ എൻ്റെ സാധനം എനിക്ക് തരണം. ഫാൻ ഊരിക്കൊണ്ട് പോയ വിശ്വാസികളുണ്ട്. പടിയിലിട്ടുന്ന മേശ എടുത്തോണ്ട് പോയവരുണ്ട്. ഇട്ട കസേര എടുത്തോണ്ട് പോയവരുണ്ട്. വസ്തു, നല്ല വസ്തു കൊടുത്തിട്ട് കുറെ കഴിഞ്ഞപ്പോൾ മണ്ടത്തരമായി പോയി തോന്നി ആ വസ്തു തിരിച്ച് ഞങ്ങളുടെ എഴുതി വാങ്ങിച്ച കക്ഷികളുണ്ട്. ഞാൻ എഴുതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് തിരിച്ച്. തത്വം എന്താണ്? ദൈവത്തിന് കൊടുത്തത് വെച്ച് മാറാൻ പാടില്ല. ദൈവം ആരുടെയും കളിക്കുഞ്ഞല്ല. ദൈവം പരമാധികാരിയാണ്. ദൈവത്തിന് നിയമമുണ്ട്. ദൈവത്തിന് സംവിധാനമുണ്ട്. അലസമായി എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടാനുള്ളതല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതത്തിന് വ്യക്തമായ നിയമങ്ങൾ ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതി തന്നിട്ടുണ്ട്. യേശു എന്താ പറഞ്ഞത്? പഴയ നിയമം നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാനാണ് വന്നത്. ദശാംശം കൊടുക്കുകയും ആന്തരിക ഗുണം ത്യജിക്കാതിരിക്കുകയും വേണം. നാളെ ചോദിക്കും, ദൈവം എന്തിനാണ് ഇങ്ങനെ സംവിധാനം വെച്ചത്? ദൈവത്തിന് തിന്നാനാണോ? നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് വേണോ ദൈവത്തിന് തിന്നാൻ? നിങ്ങൾ ആദ്യ ബലം കൊണ്ട് കൊടുത്തിട്ട് വേണം ദൈവത്തിന് തിന്നാൻ? അതിനാണോ വെച്ചത്? അല്ല, പിന്നെ എന്തിനാ വെച്ചത്? ദൈവം തൻ്റെ വേല ചെയ്യാൻ, മനുഷ്യർക്ക് ആത്മീക ശുശ്രൂഷ ചെയ്യാൻ കുറെ മനുഷ്യരെ ഇനി വിളിച്ചിട്ട് പറയും, നീ വേറൊരു പണിക്ക് പോകാൻ പാടില്ല. വേറെ പണിക്ക് പോയാൽ ഇതിനകത്ത് ശ്രദ്ധ ചെലുത്താൻ നിന്നെ കൊണ്ട് പറ്റില്ല. ഇതിന് വേണ്ട വിശുദ്ധിയിൽ ജീവിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. ബാക്കി ഭൂമിയിലെ പല കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെ ഇടപെടേണ്ടി വരുമ്പോ ഈ വലിയ ആത്മമണ്ഡലത്തിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കൂട്ടരെ വേറെ ഒന്നിനും വിടാതെ ലേവി കുലത്തെ മൊത്തം ദൈവം എടുത്തിട്ട് പറഞ്ഞു, ഒരു സാധാരണ കാര്യത്തിൽ തൊട്ടുപോകാൻ പാടില്ല, ഒരശുദ്ധി നീ തൊടാൻ പാടില്ല. നീ ദൈവത്തിന്റെ വേല ചെയ്യാൻ മാറി നിന്നോളാം. നീ വിശുദ്ധൻ.
അപ്പൊ അവർക്ക് വേറൊരു വേല കൊടുത്തില്ല. കൊടുക്കാതെ ഈ വേല ചെയ്യാൻ പറഞ്ഞു. ഈ വേല ആർക്ക് വേണ്ടി ചെയ്യുന്നു? ജനത്തിന് വേണ്ടി ചെയ്യുന്നു. വേറെ ആരുടെയും വേല അവർക്ക് വേണ്ടി ചെയ്യുന്നു, ഈ ജനത്തിന് വേണ്ടി ചെയ്യുന്നു. അവരുടെ ആത്മാവിന്റെ കാര്യം നോക്കണ്ടേ, അവരെ ദൈവത്തോട് അടുപ്പിക്കണ്ടേ, അവർക്ക് നിത്യജീവന്റെ കാര്യം എഴുതി കൊടുക്കണ്ടേ, അതിനാൾ വേണ്ടേ? അപ്പൊ അതിന്റെ കാര്യത്തിനാണ് ഈ ചെയ്യുന്നത്, അല്ല ദൈവത്തിൽ തിന്നാനല്ല. പുതിയ നിയമത്തിലോ? ശരി, പുതിയ നിയമത്തിൽ പുരോഹിതനില്ല, ശരിയാണ്. പക്ഷേ ദൈവം 12 ശിഷ്യന്മാരെ അങ്ങ് എടുത്തല്ലോ. അപ്പോസ്തലന്മാരെ 12 പേരെ എടുത്തില്ലേ? അവര് വന്നപ്പോ വീട്ടിൽ നിന്നുകൊണ്ട് എല്ലാ പണിയും കൂടെ ചെയ്ത് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞാണോ വിളിച്ചത്? അല്ലല്ലോ. അവരെ വിളിച്ചപ്പോ അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നല്ലേ? മത്തായി 19:27 അവർ തന്നെ പറയുന്നു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. ഞങ്ങൾക്ക് എന്ത് കിട്ടും? പടകും വരെയും വിട്ടിട്ടല്ലേ പോയത്? പണി ഉണ്ടായിരുന്നവരല്ലേ വിളിച്ചത്? ആ പണിയിൽ ഇരിക്കുമ്പോഴല്ലേ വിളിച്ചത്? ആ പണിയോടുകൂടി ഞങ്ങൾ മീൻ പിടിച്ച് ജീവിക്കാം, വല്ലപ്പോഴും നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞല്ലല്ലോ വിളിച്ചത്. അത് അപ്പാടെ വിട്ടിട്ട് വന്നതല്ലേ? അവരുടെ തൊഴിൽ മാറിയില്ലേ? അവർക്ക് വേറെ പാവനമായ ഒരു തൊഴിൽ കൊടുത്തില്ലേ? ആ തൊഴിൽ കൊടുത്തപ്പോ യേശു പറഞ്ഞു, മത്തായി സുവിശേഷം 10 അവരെ പറഞ്ഞു വിടുമ്പോൾ പറയുകയാണ്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ഇതാണ് നിന്റെ വേല, ആ കൂലിക്ക് നീ യോഗ്യനാണ്, അതുകൊണ്ട് ജീവിക്കണം എന്നാണ് യേശു പറഞ്ഞത്. ഒത്തിരി നേരെയില്ല, ചില സമയം എടുത്ത് പറയേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അപ്പൊ ദൈവം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണത്. അന്ന് ശുശ്രൂഷകൾ ഉള്ളതുപോലെ ഇന്ന് ദൈവം ശുശ്രൂഷയ്ക്ക് ആളുകളെ വിളിക്കുന്നു. എഫേസ്യ ലേഖനം 4:15 എന്താണ്? ഇന്ന് ദൈവം ശുശ്രൂഷയ്ക്ക് അപ്പോസ്തലന്മാരെ മാത്രമേ വിളിച്ചോളൂ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആര്? ദൈവം നിയമിച്ചു. അല്ലാതെ ഞാനും കൂടി പണിക്ക് പോകുന്നു, ഞാനും കൂടെ പുസ്തകത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം അല്ലിത്. അങ്ങനെ എല്ലാം സാക്ഷി പറയണം, അത് ശരിയാണ്. പക്ഷേ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം ചില മനുഷ്യരെ നേരിട്ട് വിളിക്കും. എന്നെ വിളിച്ചു. എന്നെ വേറൊരു ജോലിക്ക് പോകാൻ സമ്മതിച്ചില്ല. എനിക്ക് ആ നിർബന്ധവും ഇല്ലായിരുന്നു വേറൊരു ജോലി. ദൈവം പറഞ്ഞാൽ പോകണമെന്നേ എനിക്കുള്ളായിരുന്നു. എന്നെ വിളിച്ചു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഞാനങ്ങ് പോയി. ഇത് മാത്രമല്ല, ഈ ലോകത്തിൽ കുറച്ച് സൗകര്യമായിട്ട് ജീവിക്കാൻ അവസരങ്ങളുണ്ടായി. ഒരു സമയം വന്നു, ഞാൻ കുടുംബമായിട്ട് നമുക്ക് അമേരിക്കയിൽ കുടിയേറാൻ സൗകര്യമുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സ് അവിടെയുണ്ട്, അവരവിടുത്തെ സിറ്റിസൻസ് ആണ്. അങ്ങനെ എനിക്ക് ഫയൽ ചെയ്തു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ അമേരിക്കയിലേക്ക് കുടിയേറാൻ സൗകര്യമുണ്ടായി. ഞാൻ അമേരിക്കയിൽ കുടിയേറി. ആയുസ്സുകൂടെ അവിടെ ജീവിക്കാം. ഞങ്ങളുടെ തലമുറകൾക്ക് ആയുസ്സുകൂടെ അവിടെ ജീവിക്കാം. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇവിടെ വേലയ്ക്ക് ഇരിക്കണം. ഞാനും എൻ്റെ ഭാര്യയും പറഞ്ഞു, യെസ് ലോർഡ്, സമ്മതിച്ചിരിക്കുന്നു. ഇതിപ്പോഴത്തെ കാര്യമൊന്നുമില്ല, 1985 കാര്യമാണ്. ഞാനിവിടെ വന്നു ദൈവവേലയ്ക്ക്. ഒരു ലാഭം നോക്കിയില്ല. മക്കളെ എനിക്ക് സൗകര്യമായിട്ട് പഠിപ്പിക്കാമായിരുന്നു, അതിന് ഞാൻ കൂട്ടാക്കിയില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയല്ലേ സംഭവിച്ചത്? അല്ല, വേറെ പണി ചെയ്യാൻ സുവിശേഷ കഴിയില്ലേ? ഇല്ല, കഴിവില്ലാത്ത ചിലർ ഇറങ്ങി എന്നുള്ള ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാലും നല്ലൊരു പങ്ക് ആരോഗ്യമുള്ളവരില്ലേ? എന്നിട്ടും വിളിച്ചപ്പോൾ അവരിറങ്ങി. ഇതല്ലേ വേല? ഇത് വേലയല്ലേ? ഈ വേലയാണെങ്കിൽ അതിനുള്ള വഴി വേണ്ടേ?
1 കൊരിന്ത്യർ 9-ാം അധ്യായം പൗലോസിന്റെ തന്നെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. 1 കൊരിന്ത്യർ 9:7 മുതലുള്ള വാക്യങ്ങൾ. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാ. പൗലോസ് ചോദിക്കുകയാണ്, അവനവന്റെ കാശ് ഉപയോഗിച്ച് വിജയം വരയണം എന്ന് പറയുന്നവരോടുള്ള പൗലോസിന്റെ ചോദ്യം. സ്വന്തം വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോയി സർക്കാർ സർവീസിൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ പട്ടാളക്കാരനുണ്ടോ? വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോയി പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു അങ്ങനെ ആളുണ്ടോ? ഇല്ലല്ല. പട്ടാളക്കാരന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരല്ലേ? പിന്നെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുക. കൃഷി ചെയ്യുന്നവൻ തന്റെ കൃഷിയിൽ നിന്നല്ലേ തന്റെ ഉപജീവനം നടത്തുന്നത്? ബാക്കി ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷ ബിസിനസ് ചെയ്യുന്നു. ബിസിനസ് ചെയ്യുന്നവന്റെ പൈസ എവിടുന്ന്? തന്റെ ബിസിനസ് ചെയ്യും. പിന്നെ ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്? അത് അങ്ങനെയല്ലേ എല്ലാ ഭൂമിയിലെല്ലാം നടക്കുന്നത്. അവനവന്റെ തൊഴിലിൽ നിന്നല്ലേ അവനവന്റെ ഉപജീവനം കഴിക്കുന്നത്. ബാക്കി ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൂട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്രേ. ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? ഇങ്ങനെ കർത്താവും, ആ വാക്യം വായിച്ചോളൂ, അവിടെ തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം. അവരുടെ ജോലി എന്നാണ്? അതിന് ദൈവം വെച്ച വഴിയാണ്. ഒന്നുകൂടെ പറയാം, പഴയ നിയമത്തിൽ ഈ ജനത്തിന് ശുശ്രൂഷ ചെയ്താൽ മാത്രം മതി, യഹൂദന്റെ ശുശ്രൂഷ ചെയ്താൽ മാത്രം മതി. പുതിയ നിയമത്തിൽ സകല ജാതികളെയും ശിഷ്യരാക്കണം. പള്ളിയിൽ വന്നുകൂടി ഇത്രയും പേര് പോരാ. ഈ നാട്ടിൽ ഇനിയും രക്ഷിക്കപ്പെടാത്ത ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്. അവരും കൂടെ രക്ഷിക്കപ്പെടണം. ഇതൊരു ജാതിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ത്യയിൽ സുവിശേഷം കേട്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നു. ഇവിടെ മുഴത്തിന് സഭയുണ്ട്, ശുശ്രൂഷകരുണ്ട്. ഈ കേട്ടിട്ടില്ലാത്ത നാട്ടിൽ സുവിശേഷം പറയാൻ ആരെങ്കിലും പോകണ്ടേ? പോണെങ്കിൽ അവരെ വിടാൻ ആരെങ്കിലും വേണ്ടേ? ആര് വിടണം? സഭ വിടണം. ആ ഒരു ദർശനം കേരളത്തിലെ സഭയ്ക്കുണ്ടായിട്ടുണ്ടോ? ഇവിടെ സ്വന്തം പള്ളിയിലെ കാര്യം നോക്കി ജീവിക്കാൻ മാത്രം ഇവിടുത്തെ ജനം പഠിച്ചിരിക്കേ. യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഈ വർത്തമാനം ഈ രാജ്യം മുഴുവൻ അറിയിക്കണം. അതിനാലെ പറഞ്ഞാൽ പൈസ വേണ്ടേ? ആര് കൊടുക്കണം? ഇവിടുത്തെ ജനം കൊടുക്കണം, ഇവിടുത്തെ സഭ കൊടുക്കണം. പള്ളിയിലെ പൈസ മുഴുവൻ അതാത് പള്ളിയിൽ ചെലവഴിക്കാനുള്ളതല്ല. പഴയ നിയമത്തിൽ ഒന്നുകൂടെ പറയാം, ഭണ്ഡാരത്തിലേക്ക് മുഴുവൻ കൊണ്ടുവരികയും മലാക്കി പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അറിയാവോ? അന്ന് ഒരു ഭണ്ഡാരേ ഉള്ളൂ, ഒരു ദേവാലയമേ ഉള്ളൂ. 10,000 പുരോഹിതന്മാരുണ്ട്, ഒറ്റ ദേവാലയമേ ഉള്ളൂ. ഒരു സമയത്ത് എല്ലാവർക്കും ശുശ്രൂഷയില്ല, കുറച്ചു പേർക്ക് ഒരു സമയത്ത് ശുശ്രൂഷയുള്ളൂ. പക്ഷെ അവർക്ക് മൊത്തം വീതിച്ചു കൊടുക്കേണ്ടത് ഇതിനകത്തുനിന്നായിരുന്നു. അല്ല, അന്നേരം ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഇത് മുഴുവൻ ദൈവവേലയും നടക്കാൻ വേണ്ടി ആണ്. ഒന്നുകൂടെ പറയുന്നു, ഈ രാജ്യം രക്ഷിക്കപ്പെടാൻ ദൈവം വെച്ച ക്രമം, സുവിശേഷത്തിലേക്ക് ദൈവം വെച്ച ക്രമം, സഭയിൽ നിങ്ങളുടെ ദശാംശം ദൈവത്തിൻ്റെത്, നിങ്ങളുടെ അല്ല.
നിങ്ങളുടെ അല്ല, അത് ദൈവത്തിൻ്റെതാണ്. അതിന് ന്യായം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ ദൈവം ഇങ്ങനെ പറയാൻ കാര്യം. ഇപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ പറയും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു. ബിസിനസ് ചെയ്താൽ ബിസിനസ്സിൽ നിങ്ങൾ ലാഭമുണ്ടാക്കി നിങ്ങളുടെ കാര്യം കാണുന്നു. ഉപജീവനം കഴിക്കുന്നു, നിങ്ങൾ സമ്പാദിക്കുന്നു, നിങ്ങൾ വസ്തു വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പൈസ ആരുടെയാണ്? നിങ്ങളുടെ പൈസ ആരുടെയാണ്? നാട്ടുകാരുടെ പൈസയല്ലേ? അല്ലേ? നാട്ടുകാർക്ക് സാധനം വിറ്റ് കൂടുതൽ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കിയല്ലേ നിങ്ങൾ പൈസ ഉണ്ടാക്കിയത്? ഞാൻ പറയുന്ന തത്വം മനസ്സിലാക്കണം. നാട്ടുകാരുടെ നിന്ന് വാങ്ങിച്ചാണ് ഏത് ബിസിനസ്സുകാരനും ജീവിക്കുന്നത്. ശരി, നമ്മുടെ രാജ്യം ഓടണം, ഭാരത രാജ്യം ഓടണം. ഏത് രാജ്യം ഓടണം? ഈ രാജ്യം ഓടണമെങ്കിൽ ഇതിന് ഭരണകർത്താക്കൾ വേണം, ഉദ്യോഗസ്ഥർ വേണം, സംവിധാനങ്ങളെല്ലാം വേണം. ഇവിടെ പട്ടാളം വേണം, പോലീസ് വേണം. ഇതെല്ലാം ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇവിടെ ഡോക്ടേഴ്സ് വേണം, ഇവിടെ എഞ്ചിനീയേഴ്സ് വേണം, ഇവിടെ നഴ്സസ് വേണം. ഈ ഉദ്യോഗസ്ഥരെല്ലാം വേണം. അവർക്ക് എവിടുന്ന് ശമ്പളം കൊടുക്കണം? ശമ്പളം ആര് കൊടുക്കണം? സർക്കാർ കൊടുക്കണം, അല്ലേ? സർക്കാർ എവിടുന്ന് കൊടുക്കണം? സർക്കാരിൻ്റെ കാശ് എവിടുന്നാണ്? സർക്കാരിൻ്റെ കാശ് എവിടുന്നാണ്? സർക്കാരിൻ്റെ കാശ് എവിടുന്നാണ്? നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന്. ഒരു തീപ്പെട്ടി വാങ്ങിച്ചാൽ അതിന് ടാക്സ് ഇല്ലേ? ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ അതിന് ടാക്സ് ഇല്ലേ? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന് GST ഇല്ലേ? എല്ലാത്തിനും ടാക്സ് ഇല്ലേ? സർക്കാരിന് എല്ലാത്തിനും നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ലേ? ആ ടാക്സ് കൊണ്ട് വേണം രാജ്യം ഓടിക്കാൻ. ഇവിടുത്തെ ഗവൺമെന്റ് ഡോക്ടേഴ്സിന് ശമ്പളം കൊടുക്കുന്ന ആര്? നമ്മുടെ കാശ് കൊണ്ടാണ് ഗവൺമെന്റ് ഡോക്ടേഴ്സിന് ശമ്പളം കൊടുക്കുന്നത്. ഇവിടുത്തെ മന്ത്രിമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇവിടുത്തെ ഈ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഗമയല്ലേ? പക്ഷേ കാശ് ആരുടെയാണ്? നാട്ടുകാരുടെ കാശ്. എല്ലാം അങ്ങനല്ലേ രാജ്യം ഓടുള്ളൂ, അല്ലേ? ദൈവത്തിന്റെ രാജ്യവും ദൈവം വെച്ച് വ്യവസ്ഥ ചെയ്ത് ദൈവത്തിന്റെ ന്യായം കേൾക്കൂ. നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചാൽ ഈ രാജ്യത്തിന് ടാക്സ് കൊടുക്കണം. ദൈവം പറയുന്നു, ഈ ഭൂമി എൻ്റെത്, ഞാനുണ്ടാക്കി. നിങ്ങളുടെ അപ്പന്മാരെ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കാം, പക്ഷെ ഉണ്ടാക്കിയത് ദൈവം. ഇതിന് സൂര്യപ്രകാശം വേണം. ഒരു സർക്കാരിന് ഇത് ഉണ്ടാക്കി തരാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കി നിർത്തുന്ന ദൈവം പറയുന്നു, ഈ സ്കൂളിൽ എൻ്റെത്. ഇതിന് സമയാസമയങ്ങളിൽ മഴ അയക്കുന്നില്ലേ? ആർക്കെങ്കിലും മഴ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതുണ്ടാക്കിയത് ദൈവമല്ലേ? ശ്വസിക്കുന്ന പ്രാണവായു ആരുടെ വക? ദൈവത്തിന്റെ വകയല്ലേ? ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ ശ്വസിച്ച പ്രാണവായുവിന് പൈസ കൊടുക്കാൻ തുടങ്ങിയാൽ അഖിലാണ്ടത്തിലൊരുത്തിന് കൊടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഓക്സിജൻ നമ്മൾ ആശുപത്രിയിൽ പോയി കിടന്ന് കുറ്റിയിൽ നിന്നൊന്നും വലിക്കണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം? അല്ല, വെന്റിലേറ്ററിൽ നിന്ന് കയറിപ്പോയെങ്കിൽ ദിവസം 30,000 രൂപയെങ്കിലും അറിയത്തില്ലേ? ഓക്സിജനും ഇന്ന് വരെ ശ്വസിച്ച പ്രാണവായു. ദൈവം പറഞ്ഞത് മുഴുവൻ എൻ്റെത് എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞത് ശരിയോ തെറ്റോ? നിങ്ങളുടേതാണോ? ഇതുമല്ലോ ഭൂമി നിങ്ങളുടേതാണോ? നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടേതാണോ? ഒരു ശരീരാവയവം മാറ്റിവെക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? ഇത് മുഴുവൻ ഒരു കേടും കൂടാതെ ഇതിനകത്ത് പ്രവർത്തിക്കാൻ കൃപ തന്ന ദൈവത്തിന് ബഹുമാനം കൊടുത്ത് സ്തോത്രം ചെയ്ത് ഇത് അങ്ങയുടേതാണെന്ന് പറയുന്നതല്ലേ മര്യാദ? അതല്ലേ മര്യാദ? ദൈവം പറഞ്ഞത്, നീ അത് ചെയ്താൽ, ചെയ്തില്ലെങ്കിൽ നീ എന്റെ എടുക്കുന്നു. നീ ചെയ്താൽ എന്റെ കാര്യം ഞാൻ നോക്കും. നിനക്ക് വഴിയില്ലാത്തടത്ത് ഞാൻ വഴിയുണ്ടാക്കും. നിന്നെ സഹായിക്കാൻ ആളില്ലാത്തടത്ത് ഞാൻ വഴിയുണ്ടാക്കും. ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. അവനെ പിൻപറ്റാൻ തുടങ്ങിയ ഒരാളും ലജ്ജിക്കാൻ സമ്മതിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമായിരിക്കും. ദൈവം വിരൽ മടക്കിയാൽ ജീവിക്കാൻ പറ്റിയ ആള് ഭൂമിയിലുണ്ടോ?
ഏത് ബലവാൻ ജീവിക്കും ദൈവം വിരലിൽ മടക്കിയാൽ. വിശ്വാസികളെ, ദൈവിക തത്വം അറിയൂ, അനുഗ്രഹിക്കപ്പെടാനുള്ള തത്വം അറിയൂ, നിങ്ങളുടെ നാട്ടിൽ ദൈവവേല നടക്കാനുള്ള തത്വം അറിയൂ. ഇത് ആരുടെയെങ്കിലും ചിലരുടെ മാത്രം ഉത്തരവാദിത്വം അല്ല. ഈ ദൈവപൈതലായി തീർന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ, ആരുടെയെങ്കിലും ചിലരുടെ ഉത്തരവാദിത്വമല്ല, മുഴുവൻ ഉത്തരവാദിത്വമാണ്. ദൈവത്തിൻ്റെത് ദൈവത്തിന് കൊടുക്കാറുള്ളത്. പ്ലസ് അഡീഷണലി ഒരു നന്മ വരുമ്പോൾ ഒരു പ്രത്യേക സ്തോത്രാഴ്ച കൊണ്ടുവരണം. ഇത് കൂടാതെ ഇത് ദൈവത്തിൻ്റെത്, ഇത് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ പുണ്യമൊന്നുമല്ല, ദൈവത്തിൻ്റെതാണ്. അത്രേ ഉള്ളൂ. കൊടുത്തില്ലെങ്കിൽ ദൈവത്തിനെ മോഷ്ടിച്ചു, കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നു. അഡീഷണല് നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നു എന്ന് പറയണമെങ്കിൽ പുറത്തൊരെണ്ണം കൊടുക്കണം. അങ്ങനെ ചില ആളുകൾ ചെയ്യും. സ്തോത്രം. ഒരു രോഗസൗഖ്യം ഉണ്ടാവുമ്പോൾ ഒരു നേർച്ചയും കൊണ്ട് സഭയിൽ വരുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ഭാഗത്ത്. ഒരു പ്രത്യേക നന്മ വരുമ്പോൾ അവർ സ്തോത്രാഴ്ചയും കൊണ്ടുവരും. ചിലപ്പോൾ ഒരു 10 കസേരയും കൊണ്ടുവരും. ചിലപ്പോൾ എൻ്റെ വകയിൽ കൺവെൻഷൻ, അങ്ങനത്തെ നേർച്ച കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ പാടുന്നത് അറിയാമോ? ദൈവം ചെയ്ത നന്മയ്ക്ക് സുവിശേഷം പറയാൻ അവരുടെ കുടുംബത്തിന്റെ വകയായിട്ടൊരു കൺവെൻഷൻ. വേറെ സഭനമല്ല, ന്യായമല്ലേ ഇത്? ദൈവം കരുണ ചെയ്യുമ്പോൾ ഒരു സ്തോത്രാഴ്ച ദൈവത്തിന് കൊടുക്കണ്ടേ? മനുഷ്യരുടെ ആണെങ്കിൽ നേട്ടമല്ല ഞാൻ പറയുന്നത്. അനുഗ്രഹിക്കപ്പെടണമോ? ഈ പുസ്തകത്തിന്റെ ക്രമം പാലിക്കണം. അതിന് വേറെ വഴിയില്ല. കൊടുക്കാതിരുന്നും വെച്ച് പക്ഷേ പ്രാർത്ഥിക്കണം, എല്ലാം ജനിക്കുമെന്നാണ് എൻ്റെ പൊന്നു സുഹൃത്തെ, കിട്ടത്തില്ല. അത്രയൊക്കെ കിട്ടുള്ളൂ. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെത് കൊടുത്തിട്ട് ദൈവം തരത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനും ഒന്ന് പ്രാർത്ഥിച്ചാലും അങ്ങനൊന്നും വരില്ല. ദൈവം ക്രമം തെറ്റിക്കുന്ന ദൈവമല്ല, എൻ്റെ വാക്ക് പാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച കൃപ അറിയണം. മോഹനും കുടുംബത്തിനും കൃപ ലഭിച്ച കൃപ അറിയണം. നിങ്ങൾക്കും ആ കൃപ കിട്ടണം. ആമേൻ. ഞാൻ ഇത് പാലിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായിട്ട് പാലിക്കുന്ന ആളാണ്. എൻ്റെ അപ്പനും പാലിച്ചിരുന്നു, തലമുറകളായിട്ട് പാലിക്കുന്നു. ദൈവം നല്ലവൻ, നല്ലവൻ, നല്ലവൻ. ഞാൻ വലിയ കുടുംബത്തിൽ പറഞ്ഞവനല്ല, ഞാൻ സാധാരണ കുടുംബത്തിൽ പറഞ്ഞവനാണ്. പക്ഷേ എൻ്റെ അപ്പൻ കൃത്യമായി ദശാംശം കൊടുക്കുമായിരുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയാണാണ്. എനിക്ക് 6 പെങ്ങന്മാരാണ്. അവൻ ഉത്തരവാദിത്തം എടുക്കേണ്ടവനാണ് ഞാൻ. എന്നെ വേലയ്ക്ക് വിളിച്ചു, ഞാൻ വേലയ്ക്ക് പോയി. ഒന്നും തിരിച്ചു ചോദിച്ചില്ല. ബാക്കി എന്തെന്ന് ഞാൻ ചോദിച്ചില്ല, ഇന്നും ചോദിക്കുന്നില്ല, ഒരിക്കലും ചോദിക്കില്ല. ദൈവം വിളിച്ചോ, മക്കളെ കൊടുത്തോണം. നിങ്ങളെ വിളിച്ചോ, പൊയ്ക്കോണം. സകലവും ദൈവത്തിൻ്റെ വക. ദശാംശം എന്ന് പറഞ്ഞ ഒന്നുകൂടെ പറയുന്നു, 10 ദൈവത്തിൻ്റെതാണ്. ദൈവം പറഞ്ഞ 9 നീ എടുത്തു. എന്നെ ബഹുമാനിക്കാൻ ഒന്നുകൂടെ കൊണ്ടുപോകാം. ഞാൻ ഈ പറയുന്ന വചനം നിങ്ങളുടെ ആയുസ് മുഴുവൻ അനുഗ്രഹം പ്രാപിക്കാനുള്ള വാക്കാണ്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ല. ഞാൻ പള്ളി പ്രതിഷ്ഠിക്കാൻ പോകുന്നിടത്ത് എൻ്റെ വണ്ടിക്കൂലി പോലും വാങ്ങിക്കാറില്ല. എനിക്ക് അവിടെ ഓടി വരുന്നതിന് നല്ല തരവും. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഒരു സ്വതന്ത്രം വാങ്ങിക്കില്ല. അതെൻ്റെ തത്വശാസ്ത്രമാണ്. എനിക്ക് വാങ്ങിക്കാവുന്നതാണ്, പക്ഷെ വാങ്ങിക്കില്ല. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അവിടെ എനിക്ക് വേണ്ടി പറയുന്നതല്ലിത്. നിങ്ങളുടെ അനുഗ്രഹം ദൈവത്തിൻ്റെ തത്വവും. ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ വേല നടക്കണം. ഈ രാജ്യം ദൈവത്തെ അറിയണം. രാജ്യം മുഴുവൻ സുവിശേഷം പറയാൻ ആള് വേണം. ഇതിനകത്ത് എതിർപ്പുണ്ട്, പീഡയുണ്ട്. അതിൻ്റെ നടുവിൽ തങ്ങളെ തന്നെ ജീവൻ വെടിക്ക് പോകാൻ ആളുണ്ട്. അവരെ വിടാൻ സഭ വേണ്ടേ? വ്യക്തികൾ വേണ്ടേ? മലയാളം ഡിസ്ട്രിക്റ്റിൽ 230 മിഷണറിമാരെ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുന്നു. 230 മിഷണറി ഈ മലയാളം ഡിസ്ട്രിക്റ്റ്. ആത്മഭാരമുള്ള മനുഷ്യർ അവർ ചെയ്യുന്നു.
ചില സഭകൾ ചെയ്യും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചെറുതെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഇല്ലേ? ഈ രാജ്യം അതിൻ്റെ കണക്ക് നിങ്ങളോട് ചോദിക്കില്ലേ? ദൈവം നിങ്ങളോട് ഈ രാജ്യത്തിൻ്റെ കണക്ക് ചോദിക്കില്ലേ? ഈ രാജ്യത്തെ മനുഷ്യർ സുവിശേഷം കേൾക്കാതെ നശിച്ചു പോയാൽ ഭാരത സഭ ഇതിന് ഉത്തരവാദിയല്ലേ? ആണോ അല്ലയോ? നിശ്ചയമായിട്ട് ഉത്തരവാദിയാണല്ലോ. ഓരോരുത്തരും കണക്ക് പറയണം. കൊച്ചു കുഞ്ഞു മുതൽ. ഒരു ദിവസം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സഭായകം ജനറൽ കൺവെൻഷൻ സഭായകം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 കൊച്ചു കുഞ്ഞുങ്ങൾ കുറെ പൈസയും കൊണ്ടുപോകും മെഷീൻസ് കൊടുക്കാൻ. കൊച്ചു കുഞ്ഞുങ്ങൾ അവര് ഒരു വഞ്ചി ഉണ്ടാക്കി കൊണ്ടുവന്ന പൈസയാണ് 5000 രൂപ ഉണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ. ഇപ്രാവശ്യത്തിൽ ഒരു കുട്ടിക്ക് ഒരാളുടെ ഒരു സ്തോത്രാഴ്ചയും കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു കൊച്ചുകുട്ടി, കൊച്ചു പെൺകൊച്ച്, 60,000 രൂപയുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ വേണമെങ്കിൽ സ്വീകരിച്ചു. ഞാൻ പ്രസംഗിച്ചിട്ട് പോവാണ്. പുള്ളി പറയാൻ മനസ്സുണ്ടേ പറയണം. നേരെ ദൈവത്തിൻ്റെ വക എടുക്കില്ല. ദൈവത്തിൻ്റെ വക കൃത്യം ഞാൻ മാറ്റി തുടരലേ. ജീസസ് ജീസസ് ജീസസ്. ഒരു മിനിറ്റ് കണ്ണടയ്ക്കുക. ഞാൻ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വഴി പറയുകയാണ്. ഇതെൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്കാണ്. വാക്ക് ദൈവം പാലിച്ചോളൂ. ആകാശത്തിന് കിഴിവായി തുറന്നു സ്ഥലം പോരാതെ വരുവോളം ദൈവം അനുഗ്രഹിക്കും. ഒരു നിമിഷം എടുത്തോളൂ. കേട്ടിട്ട് മാത്രം പോകാതെ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയാൻ മനസ്സുള്ളവർ ആരുമായിക്കോട്ടെ, ഏത് പ്രായക്കാരും ആവട്ടെ, ഇവൻ കൊച്ചു കുട്ടികളാവട്ടെ, മക്കളെയും കൂടി ഈ പാഠങ്ങൾ പഠിപ്പിക്കണം. ഒരു വാക്ക് ഹൃദയത്തിൽ ദൈവത്തോട് പറഞ്ഞിട്ടേ പോകാം. ഞാൻ കേൾക്കാൻ പറയണ്ട, പക്ഷെ ദൈവത്തോട് പറയുന്നത് പറയുള്ളൂ. ജീസസ്. ഇത് വളരെ നിർണായകമായൊരു സമയമാണ്. ദൈവമേ, അങ്ങയോടും അങ്ങയുടെ വേലയോടുമുള്ള ഞങ്ങളുടെ ബഹുമാനവും സമർപ്പണവും അർപ്പിക്കാനുള്ള ഈ നേരം അങ്ങയുടെ കൃപ അങ്ങയുടെ ഈ ജനത്തിൻ്റെ മേൽ വരണം. ഞങ്ങളിന്ന് അങ്ങയുടെ മുൻപാകെ ഇരിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾ കേട്ടു. അങ്ങയുടെ വചനത്തിൻ്റെ അനുഗ്രഹം അങ്ങയുടെ ഈ ജനത്തിൻ്റെ മേൽ പകരണം. ഞങ്ങളുടെ പ്രിയ സഹോദരന് കൊടുത്ത അനുഗ്രഹത്തിനായി സ്തോത്രം. അദ്ദേഹം നിമിത്തം, ആ കുടുംബം നിമിത്തം, ദൈവം ഈ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ ദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന ബിസിനസിനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമം ഈ കുടുംബത്തിന് മേലിരിക്കണം. കർത്താവേ, അങ്ങ് ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ ഇ. ജി. ജോസിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ദാസന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം, ദാസിന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ വിശുദ്ധ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ശക്തിയിൽ അവരെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വം അവരോട്. ഇന്ന് അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ വിശുദ്ധാനുഗ്രഹത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാ കൃപയ്ക്കായും സ്തോത്രം. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ എല്ലാവരും കൂടെ മഹത്വപ്പെടുത്തണമേ.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.